ഇന്ന് ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ സംഭാഷണ നിലവാരത്തെക്കുറിച്ച് ആണ്. ചിലരുടെ സംഭാഷണം നമ്മുടെ മനസ്സിന്റെ നിലവാരത്തെ ഉയർത്തും. മനസ്സിന്റെ ചില ഉന്നത കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ ഉണർത്തുന്നതായിരിക്കും അവരുടെ സംഭാഷണം. ഭൂരിപക്ഷം പേരുടെയും എങ്ങനെ മനസ്സിനെ കീഴ്പ്പെട്ട് താത്താം, അശ്ലീല കഥകള്, ഉപമകള്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയല്, എങ്ങനെയൊക്കെ ചീത്ത രീതിയിൽ മനുഷ്യൻ ചിന്തിക്കാം, എങ്ങനെ കലഹിപ്പിക്കാം, സമൂഹം എങ്ങനെ മോശമായ രീതിയിൽ കലഹിക്കണം, അതിലേക്കായിരിക്കും ചിലവരുടെ ശ്രദ്ധ. അത് ഏത് വിഭാഗക്കാരാന്നൊക്കെ ചിന്തയ്ക്ക് വിടാനല്ലാതെ അത് പറയുന്ന ശീലം എനിക്ക് ഇല്ല. അവനവന്റെ സമാന്തരമായുള്ള ചിന്താഗതിയിലേക്ക് മനസ്സിനെ ഉയർത്തുന്ന സുഹൃത്തുക്കളെ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അല്ലാത്തവരായിട്ട് നമ്മൾക്ക് സുഹൃത്ത് ബന്ധം ഉണ്ടാവുകയില്ല. അയാളൊക്കെ വലിയ ആള്, അയാളോട് ഞാൻ വർത്താനം പറയാൻ പോവാറ്. നമുക്ക് പറ്റിയ ആരാ? കൂടെ ജോലി ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ കൂടെ പഠിച്ചവൻ. അവിടെ പറയുന്ന വർത്തമാനമാണ് നമുക്ക് ഇഷ്ടപ്പെടുക. ബുദ്ധിയെ ഉയർത്തുന്ന തലത്തിലേക്കുള്ളത് നമുക്ക് ഇഷ്ടമാകണമെന്ന് ഇല്ല. എല്ലാവരുടെ കാര്യം അങ്ങനെ അല്ല. പതിവായിട്ട് ഇടയ്ക്കൊക്കെ ഒരു സുഹൃത്തിനോട് സായാഹ്നങ്ങളിൽ സംസാരിക്കുന്ന ശീലം എനിക്ക് ഉണ്ട്. തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. എപ്പോഴൊക്കെ എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചാണ് കണ്ട് സംസാരിക്കുക. അപ്പൊ ചിലയിടത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭാര്യമാര് ചായ തരും. ഒരാളും ഈ വർത്തമാനം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സുഹൃത്തുക്കളില്ല. ഒക്കെ ആ ഭാര്യമാർ അങ്ങോട്ട് പോകും. അവർക്ക് വേറെ ജോലി ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു വീട്ടമ്മ ഒരു തവണ വേറെ കുറച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ആ വഴിക്ക് വന്ന് എന്നോട് പറഞ്ഞു, ആ സാറ് വീട്ടിൽ വന്നാൽ നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണല്ലോ പറയുക, ഞങ്ങൾ പെണ്ണുങ്ങള് ചെറിയ കാര്യങ്ങളാണ് പറയുക. അപ്പൊ ഞാൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണോ ഇരുന്ന് പറയാ, ഞങ്ങൾ ചെറിയ കാര്യങ്ങളാണ്. ഒരു കാര്യം ആലോചിക്കണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നിലവാരം കൂടിയ ബാല്യം. യഥാർത്ഥത്തിൽ പച്ചയായ ജീവിതത്തിലേക്ക് കടന്നാൽ പുരുഷന്മാരുടെ വർത്തമാനവും സ്ത്രീകൾ തമ്മിലുള്ള വർത്തമാനം ഒന്ന് ടേപ്പ് റെക്കോർഡറിൽ എടുക്കുക. ആസാമിൽ എന്താ ഉണ്ടായേ ചോദ്യം പുരുഷന്മാർ. അവിടെ നിന്നുകൊണ്ടാ എന്നെ ഉണ്ടായേ. നിങ്ങളുടെ കക്ഷി മഹാരാഷ്ട്രയിൽ തോറ്റല്ലോ. ആര് പറഞ്ഞു തോറ്റു എന്ന്? അത് തോൽവിയല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാ. വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പരദോഷം ഉണ്ടാക്കുന്നതും ഉയർന്ന നിലവാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയവും നല്ല ഉയർന്ന നിലവാരം. പ്രമോഷന്റെ കാര്യം, കാല് വാരിയ കാര്യം, ശങ്കുണ്ണിയും കുട്ടി എന്നോടത്തേക്ക് ട്രാൻസ്ഫർ ആക്കിയതിന്റെ രഹസ്യം, ഇതൊക്കെ കൂടിയ കാര്യ. എല്ലായ്പ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, പുരുഷന്മാര് നിലവാരമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, എന്നിട്ട് അവർ കലഹിക്കുന്നു, അയൽവാസികൾ മിണ്ടാതെയാവുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്.
അയൽവാസികളാണ്, മിണ്ടില്ല. കാരണം എന്താ? വേണ്ടാത്ത വർത്താനം പറഞ്ഞു. കൂടിയ കാര്യമാണ്. ആസ്ട്രേലിയയിൽ നടക്കുന്ന കാര്യം അവിടെ പറഞ്ഞു തന്നിട്ട് അവനവന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പണങ്ങി. എന്നാൽ സ്ത്രീകൾ സംസാരിക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്ന് രാവിലെ എന്തേ കൂട്ടാൻ വെച്ച്? ഇത് ചെറിയ കാര്യ. നമ്മുടെ വീട്ടില് രാവിലെ എന്ത് കൂട്ടാനാ വെച്ചത് എന്നുള്ളത് ചെറിയ കാര്യം ആണോ? ഒരു വീട്ടമ്മ തലേ ദിവസം ആലോചിക്കണ്ടേ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ചിലപ്പോൾ പച്ചക്കറി വാങ്ങേണ്ട കാര്യം വരുമ്പോൾ പച്ചക്കറി എന്തെങ്കിലും ഭാര്യയോട് വാങ്ങണമെന്ന് ചോദിക്കുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള കാൽക്കുലേഷൻ വരും മനസ്സിൽ. നാളെ ഉച്ചയ്ക്ക് ഉപ്പേരിക്കുന്നത് മറ്റന്നാളേക്ക് ഉണ്ട്, പിറ്റേ ദിവസം നമ്മൾ യാത്ര പോവുകയാണ്, അപ്പം ഇന്ന് വേണ്ട. വലിയൊരു കാൽക്കുലേഷൻ അല്ലേ അത്? നിലവാരമുള്ള കാര്യമല്ലേ അത്? കുക്കിംഗ് ഗ്യാസ് വന്നോ? അല്ല, കുക്കിംഗ് ഗ്യാസ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ്. എന്നോടത്തിൽ വിളിച്ചപ്പോൾ കുക്കിംഗ് ഗ്യാസിന് ഇങ്ങനെ സംഭവിച്ചു. ഗൗരവമുള്ള കാര്യമല്ലേ? എന്താ മകൻ പഠിക്കണ സ്കൂളിൽ എന്തോ ഒരു കാര്യമുണ്ട്, അയ്യോ അവന്റെ കാര്യമൊന്നും പറയണ്ട, അവനെ സ്കൂളിലേക്ക് അയച്ചു. ഇപ്പോഴത്തെ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അവൻ ചെയ്തില്ല, സീരിയസ് ആയ കാര്യമല്ലേ? ആസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു അടിയും വഴക്കും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും സ്ത്രീകൾ മാത്രം സംസാരിക്കുന്നത് ഞാൻ മാറി നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് അതായിട്ടാ ബന്ധം. ആ കാരണം കൊണ്ടാണ് പുരുഷന്മാർക്ക് പലപ്പോഴും ഭാര്യയോട് ചോദിക്കേണ്ടി വരും, ഇന്നത് എങ്ങനെയാ, ഇന്നതിന്റെ കണക്ക് എങ്ങനെയാ? അപ്പൊ വെള്ളത്തിന്റെ കണക്കെടുക്കുന്നത് എന്നാണ്? ഇലക്ട്രിസിറ്റിയുടെ സ്വിച്ച് എവിടെയാണ്? നല്ല കല്യാണാലോചനകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെയും ഏകദേശം പണ്ടത്തെയും ആണുങ്ങൾ വലിയ വർത്തമാനമൊക്കെ പറയും. ഇന്നോടത്തിയിൽ ഇന്ന രാജ്യത്ത് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മുടെ സോഷ്യലിസം എന്താവും എന്നൊക്കെ അവർ ചർച്ച ചെയ്യും. സ്ത്രീകളാണ് പറയുക, അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അയാൾ ഇവിടെ പറയണത് വേറെ രാജ്യത്ത് സോഷ്യലിസം നഷ്ടപ്പെട്ട ആളുടെ കാര്യമാണ് പറഞ്ഞത്. അയാൾ ആലോചന കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന വീട്ടിലെ പയ്യൻ ഇപ്പോൾ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ, അവർ തമ്മിൽ മാച്ചാവും. ചെറിയ കാര്യമാണോ? അങ്ങനെയല്ലേ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്? എൻ്റെ ഒരു സഹോദരപുത്രന് ഒരു വിവാഹാലോചന വന്നു, നെറ്റ് വഴിയൊക്കെയാണ്. അപ്പോ പെൺകുട്ടിയുടെ അച്ഛൻ സംഭാഷണ മധ്യ എന്നോട് വിളിച്ചു പറഞ്ഞു, നമുക്കറിയാത്ത സ്ഥലത്താണ് ആ കുട്ടി പഠിച്ചിരിക്കുന്നത്, ഇപ്പോൾ നാഗ്പൂരിലാണ്, നമുക്കറിയാത്ത സ്ഥലമാണ്. എത്രയോ വിശാലമായൊരു സ്ഥലമാണ് നാഗ്പൂർ, അവിടുത്തെ ഒരു പെൺകുട്ടിയെ പറ്റി വല്ലതും അറിയും? ഇത് ഓവർ ഹിയർ ചെയ്തു എൻ്റെ വൈഫ്. നാഗ്പൂരിലുള്ള ഏതോ മലയാളികൾ ബന്ധുക്കളാ, വൈഫിന്റെ ബന്ധുക്കളാ. വിളിച്ചു നോക്കുമ്പോൾ എന്താ, അവരുടെ ഫ്ലാറ്റിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. അവരുടെ ഫ്ലാറ്റിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. പ്രതീക്ഷിക്കോ? ആ വിവാഹം നടന്നു, ഇപ്പൊ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കണു, 3 കുട്ടികളുമായി. പലപ്പോഴും പുരുഷന്മാർ പറയാറുണ്ട്, സ്ത്രീകളുടെ വിഷയമാണ്, പൈങ്കിളി കഥയാണ്, പൈങ്കിളി സാഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉന്നതമായ കാര്യങ്ങളാണ് പറയണത്. 400 വർഷം മുമ്പത്തെ കാര്യം, ഇനി വരാനിരിക്കുന്ന കാര്യവും
പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റമൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്, കൂടിയ കാര്യം തന്നെയാണ്. പക്ഷേ ചെറിയൊരു കുട്ടി, ആ കുട്ടി മൂക്ക് ചീറ്റുന്നത് ഇന്നലെയും കണ്ടല്ലോ. എന്താ ജലദോഷം ഉണ്ട്? ആ ജലദോഷം ഉണ്ട്, മൂക്ക് ചീറ്റും കൊണ്ട് നടക്കും. ഇന്ന ചെടി ഇവിടെ ഇലയെന്ന് വെള്ളം തിളപ്പിച്ച് കൊടുത്താൽ മതി. ആരാ സംസാരിക്കുക? സ്ത്രീകൾ. ജീവിതഗന്ധിയായിട്ടുള്ള ഈ മാസത്തെ റേഷൻ കിട്ടിയോന്ന് എത്ര പുരുഷന്മാർക്കറിയാം? 7 ദിവസം വരെ റേഷൻ കിട്ടി. റേഷൻ വാങ്ങാൻ ചെറിയൊരു കാര്യം ആണോ? റേഷൻ, രോഗങ്ങള്, അസുഖങ്ങള്, വിവാഹാലോചനകള്, ഈ സാരി എവിടുന്നാ വാങ്ങിയ ചെറിയ വിഷയമാണത്? വലിയ വില കൊടുത്ത് വാങ്ങിയ സാരിയാണ്. അത് ചുറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്ന് ആസ്വദിക്കണ്ടേ? അത് വിട്ടത് ഞാൻ ആ സ്ത്രീയുടെ ഭാഗത്താ. നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ സ്ത്രീ പറഞ്ഞത് കറക്റ്റാണ്. ഒരു പ്രയോജനവും കിട്ടാത്ത രാഷ്ട്രീയവും പിണക്കവും കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം കളയുന്നു. ഇതിനെ കുറഞ്ഞ് കാണരുത്. അവര് സീരിയൽ കാണുന്നവരാണ്. സീരിയലിലെ കഥ ഏകദേശം നമ്മുടെ ജീവിതമാണ്. ഞാൻ പെടുത്തു നിർത്തിയെങ്കിലും ആണ്. ആ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സ്ത്രീകൾ സംസാരിക്കുന്ന കുറച്ച് കുറഞ്ഞ വിഷയം എന്നൊരു വിചാരം ഒരു കാരണവശാലും പാടില്ല. അരി അരിക്കുമ്പോൾ കല്ല് ഞാൻ ഇങ്ങനെയാണ് അരിക്കുക എന്നൊരു വീട്ടമ്മ വേറൊരമ്മ അടുക്കളക്കാരിയാ പറയാ. അടുക്കളക്കാര്യം കഴിഞ്ഞിട്ട് ഏത് വലിയ വിഷയവും ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു. ഫസ്റ്റ് അടുക്കളക്കാര്യം. നമസ്കാരം.